ഹലോ, ലിയാഖത്ത് അലി അല്ലേ? അതെ. ഞാൻ ഈ മറ്റേ ഒരു ചർച്ച കണ്ടിട്ട് വിളിക്കണേ. ഒരു സംവാദം വെച്ചില്ലേ യൂട്യൂബിൽ ഉണ്ടല്ലോ, അടിമത്തത്തിന്റെ. അതിനെപ്പറ്റി കുറച്ച് സംശയം ഉണ്ടായിട്ട് വിളിച്ചാണ്. ഇന്ന് അടിമത്തം ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇന്ന് അടിമത്തം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് അടിമത്തം ഇല്ല, ആധുനികതയിൽ അടിമത്തം ഇല്ല. ഇല്ല, അത് കേട്ടില്ല. അപ്പൊ ഞാനാ പറഞ്ഞത്. ആ കേട്ട്. പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അടിമത്തം എന്നും ഉണ്ട് എന്നുള്ളത്. അത് ഇസ്ലാമിലാണ്. നിങ്ങള് അത് ഇസ്ലാമിലാണ്. അത് ഇസ്ലാമിലാണ്. ഇസ്ലാമിൽ ഇന്നില്ലാലോ. ഇസ്ലാമിലുണ്ട്. ഇസ്ലാമില് ഉണ്ട് എന്ന് പറയുന്നത് ആധുനികതയിൽ ഇല്ലാന്ന് പറയുന്നു. അതെ അതെ. ഇസ്ലാം എന്ന് പറയുന്നത് അന്ന് അത് ആവശ്യമായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് വെച്ചാൽ എന്താന്നോ? ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതം ആണല്ലോ. ഒരു മതം, ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രം, ഒരു ജീവിത പദ്ധതി, ഇതൊക്കെ അല്ലേ? അതിന്റെ നാമം നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പറയാ? നാമത്തിന്റെ അർത്ഥമല്ല ഞാൻ പറഞ്ഞത്, സമാധാനത്തിനെ കുറിച്ചല്ലേ ചോദിച്ചത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്, ഒരു മതം. ഇസ്ലാം എന്താന്നല്ലേ? ഒരു വിശ്വാസ സംഹിതയല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ ആ വിശ്വാസ സംഹിത എന്ന് പറയുന്നത് അത് പ്രമാണത്തിൽ ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥിതികളും ഒക്കെയാണ് അല്ലെ? ആണ്. ആ ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്, അനുവദനീയമാണ്. അന്ന് ഹലാലായിരുന്നത് അന്ന് തന്നെ ഹറാമാക്കുകയും ചെയ്തു. അതിനെ അടിമത്തം ഹറാമാക്കിയോ? അടിമത്തം സമ്പ്രദായം അത് ഇസ്ലാമിന് എടുത്തു കളഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ആധുനികതയിൽ ഇല്ല നിങ്ങൾ പറഞ്ഞത്? ആധുനിക ഓക്കെ, ഒരു നൂറ്റാണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആധുനികതയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യർ അടിമത്തത്തെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. പറയട്ടെ, അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി അതിന്റെ, അതായത് അടിമത്തത്തിന്റെ എലമെന്റ് എന്ന് പറയാവുന്ന ഏതെങ്കിലും തരത്തിൽ, അതായത് ചെറിയ തരത്തിലുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് കടന്നുകയറ്റം, മറ്റൊരാളുടെ അവകാശത്തിന് മുകളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുന്ന തരം ഏതെങ്കിലും വ്യവസ്ഥിതികളോ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ മനുഷ്യർ തീവ്രമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതാണ് ആധുനികതയിൽ അടിമത്തം ഇല്ല എന്ന് ഞാൻ പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ദൈവിക നിയമത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു അല്ലേ? അപ്പൊ ഇസ്ലാമിൽ അടിമത്തം ഉണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഇന്നും അനുവദിക്കപ്പെട്ട നിലയിലാണ് അടിമത്തമുള്ളത്. ഇപ്പോ ഈ ഹദീസ്, ഖുറാന് എല്ലാം വെച്ച് നോക്കുമ്പോ അതൊരു ഹിസ്റ്റോറിക്കൽ ആയിരുന്നല്ലോ. അല്ല, ഈ അടിമ സമ്പ്രദായം ഒരു ഹിസ്റ്ററിയിൽ അല്ല. അടിമ സമ്പ്രദായം ഒരു കർമ്മശാസ്ത്ര വിധിയായിട്ട് അവിടെ ഉണ്ട്. അത് കർമ്മശാസ്ത്ര വിധി എന്ന് പറയുമ്പോ ഇന്ന് നമ്മളത് പിന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് ആധുനിക ലോകത്ത് ഈ സമൂഹത്തിന് ഇന്നില്ല എന്നർത്ഥം. ആധുനിക സമൂഹത്തിൽ ഇല്ലാത്തത് ഇസ്ലാമിലുണ്ട്. ആ സംവാദത്തില് ഫസ്റ്റ് ആ ഉസ്താദ് ആരാണത് സംസാരിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അവര് പറയുന്നത് ഇന്ന് അത് ഇല്ല, ഇന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇന്നത് ക്യാൻസൽ ചെയ്ത് ഇന്ന് ജയിലുണ്ട്, അന്ന് ജയിലില്ല, അന്നത്തെ ആ ഒരു ഇഷ്യൂ. അതായത് ഈ അടിമകളെ അയാളുടെ അത്രയും ധാരണയില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അയാൾക്ക് ഈ കാര്യത്തിൽ കാര്യമായ ധാരണയില്ല എന്ന കാര്യം സംസാരം കേട്ട ഞാൻ അയാളെ ഇതിൽ ഉൾപ്പെടുത്തിയല്ല. ഞാനത് നിങ്ങളോട് ചോദിക്കുന്നത് ഈ അടിമകളുടെ പ്രശ്നം ഇങ്ങനെ കേട്ട് യൂട്യൂബ് തുറന്നത്. ഞാൻ ചോദിക്കുന്നത് ഏതൊരു വിഷയത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ 2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത് ഞാൻ പരിഹരിച്ചു തരാം. ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അതായത് സംഗീത വിനോദ ഉപകരണം ഹറാമാണ്. സ്വയംഭോഗം ചെയ്യുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? ഹറാമാണ്. സിനിമ ഹറാമാണ്. പലിശ ഹറാമാണ്. ചൂതാട്ടം ഹറാമാണ് അല്ലേ? അടിമത്തം ഇന്ന് ഹറാമാണോ വെച്ചാൽ ഇന്ന് അതിനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ അത് ഹറാമാണോ ഹലാലാണോ എന്ന് പറയുന്നിടത്ത് ഒരു അറപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്?
അത് അറപ്പ് വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇപ്പൊ മദ്യപാനം തന്നെ ഒരു കാലത്ത് അത് അനുവദനീയമായിരുന്നു. മദ്യപാനം ഹറാമാണോ ഹലാലാണോ? ഇപ്പൊ ഒരു കാലത്ത് വിടൂ. ഇസ്ലാം സമ്പൂർണ്ണമായി പൂർത്തീകരിച്ചതിന് ശേഷമുള്ള പറയും. അല്ല, അപ്ഡേഷൻ വന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിലെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അൽ യൗമു അക്മൽതു ലക്കും ദീനുക്കും എന്ന് പറയുന്നിടത്ത് പൂർത്തീകരിച്ചില്ലേ മതം? അതിന്റെ അടിസ്ഥാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടില്ലേ? അതിലൊപ്പം തന്നെ ഈ പലിശയും നിരോധിച്ച്, അടിമത്വം നിരോധിച്ച്, കള്ളുകൂടി എല്ലാം. എവിടെയാണ് അടിമത്വം നിരോധിച്ച, പലിശ നിരോധിച്ചതിന്റെയും അതേപോലെ കള്ളുകൂടി നിരോധിച്ചതിന്റെ ഒക്കെ ആയത്ത് ഞങ്ങൾക്ക് എടുത്തുതരാം. അടിമത്വം നിരോധിച്ചതിന്റെ ആയത്തുകൾ എനിക്ക് എടുത്തു തന്നെ. അടിമത്വം നിരോധിച്ചതിന്റെ ആയത്തോ? അടിമത്വം നിരോധിച്ചതിന്റെ ആയത്ത് ഞങ്ങൾ ഇനി എനിക്ക് കോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വിളിക്കാൻ ആയത്ത് തരുന്നുണ്ട്. തരണം. പിന്നെ അടിമത്തം ഒഴിവായി എന്ന് ഇപ്പൊ എനിക്ക് അടിമത്തം തെറ്റാണോ ശരിയാണോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച്, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് തെറ്റാണ്. തെറ്റായ ഒരു കാര്യം മുഹമ്മദ് നബി ചെയ്യുമോ? അന്ന് ശരിയായ ഒരു ഘട്ടമായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ മുഹമ്മദ് നബി ഒരു കാലത്ത് കള്ളു കുടിച്ചിരുന്നോ? മുഹമ്മദ് നബി കള്ളു കുടിച്ചിട്ടേ ഇല്ല. അതായത് പിന്നീട് ഒരിക്കൽ ഇസ്ലാം തെറ്റായി പരിഗണിക്കുന്ന ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം? അത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഹമ്മദ് നബി വ്യഭിചരിച്ചിരുന്നോ? മുഹമ്മദ് നബി വ്യഭിചരിക്കൂല. കല്യാണത്തിന് ഇസ്ലാം ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അപ്പം ദൈവത്തിൽ നിന്നുള്ള നന്മ തിന്മയുടെ അടിസ്ഥാനത്തിൽ നിരോധിക്കപ്പെടുന്ന ഒരു കാര്യം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അത് ഇസ്ലാമിൽ നിയമമാകുന്നതിന് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ നമ്മുടെ വിശ്വാസം? അല്ലേ? മുഹമ്മദ് നബിക്ക് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നോ? മുഹമ്മദ് നബിന്റെ അടിമ സ്ത്രീകൾ സത്യത്തിൽ മുഹമ്മദ് നബിക്ക് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ പറയും. ഉണ്ടായിരിക്കാം. അപ്പൊ അത് തെറ്റായിരുന്നു. അത് തെറ്റല്ല. അത് എന്നിട്ട് പരിഹരിച്ചു. അതിലുള്ള മുഹമ്മദ് നബി ചെയ്യുമ്പോ അടിമത്തം തെറ്റല്ല, പിന്നെ അള്ളാഹ് നിരോധിച്ചപ്പോഴാണ് അടിമത്തം തെറ്റായത്. മുഹമ്മദ് നബി ചെയ്തിട്ടില്ല. മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിട്ടില്ലേ? മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തെറ്റായിരുന്നോ? അടിമത്തം ശരിയായിരുന്നോ തെറ്റാണോ? ഈ അടിമകളെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അടിമകൾ എന്നുള്ളത്, അടിമകൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? അതുമായിട്ട് മുഹമ്മദ് നബി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അടിമത്തം തെറ്റാണോ ശരിയാണോ? അടിമത്തം അന്നല്ല, അടിമത്തം എന്ന് പറഞ്ഞ വ്യവസ്ഥിതി തെറ്റാണോ ശരിയാണോ? ഈ വ്യവസ്ഥിതി നിങ്ങൾ ചോദിക്കുന്നത് അത് എന്നത്തെ എന്നും കൂടി. എന്നത്തേന്നല്ല, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന തെറ്റായ ഒരു കാര്യം അന്ന് ഉണ്ടായിരുന്നോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അത് അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? അതൊരു ശരിയായ സമീപനമായിരുന്നു. നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്? അതായത് മുഹമ്മദ് നബി അന്ന് പിടിച്ചു വെച്ച അടിമകളെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അത് എന്റെ ചോദ്യമല്ല, അത് പഠിച്ചവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. വെറുതെ കിടക്കുന്ന മനുഷ്യരെ പോയി പിടിച്ചോണ്ടുവന്ന അടിമ സ്ത്രീകളെ നിങ്ങളെ പഠിച്ചവനോട് നിങ്ങൾക്ക് വിശ്വാസം അല്ല ചോദിക്കണം? തീർച്ചയായിട്ടും ഇല്ല. അല്ല, നിങ്ങൾക്ക് വിശ്വാസം ഇല്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഈ മനുഷ്യന്റെ അടിമത്തം വരെ അനുവദിച്ചു കൊടുത്തത് നിങ്ങളല്ലേ പറയേണ്ടത്. മുഹമ്മദ് നബി എന്ത് ചെയ്യണമായിരുന്നു എന്ന്? മുഹമ്മദ് നബിയുടെ അടുത്ത് അടിമകൾ എങ്ങനെ ഉണ്ടായത്? അടിമകൾ എങ്ങനെ ഉണ്ടായത്? യുദ്ധത്തില്. ആരെ യുദ്ധത്തിന് പോയത്? തടവുകാരായിട്ട് കിട്ടുന്നത്. അതല്ലാതെയോ? അവരെല്ലാരെയും മാന്യമായിട്ട് കൈകാര്യം ചെയ്തത് കൊണ്ടായിരുന്നു അപ്പൊ അടിമത്തം ഇല്ലാത്തത്. അപ്പൊ മാന്യമായിട്ട് കൈകാര്യം ചെയ്താൽ പോരെ? അടിമത്തം നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അന്നിപ്പോ അടിമകളെ സമ്പ്രദായവും സുഹൃത്തുണ്ടെങ്കിൽ ഇസ്ലാം തന്നെ ഉണ്ടാവൂല. അടിമത്തം ഇല്ലെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാവൂല. അടിമത്തം ഇന്നുണ്ട് എന്ന് വിചാരിക്കും. ഇന്ന് അങ്ങനത്തെ വിഷയം ഉണ്ട് എന്ന് വിചാരിക്കും. അത് അങ്ങനെ നടക്കൂല സംഭവം. ആരാ പറഞ്ഞ നടക്കൂലെന്ന്? അടിമത്തം ഇന്നില്ലല്ലോ. എന്നാ ഇല്ലാതായത്? അതായത് നിങ്ങൾ ഇപ്പൊ ഉണ്ട് എന്ന്. സുഹൃത്തെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എന്താ ഇസ്ലാമിക ധാർമ്മികതയുടെ അടിസ്ഥാനം? നന്മയും തിന്മയും ദൈവത്തിൽ നിന്നുള്ളതാണ് അറിയുക. അത് കാലത്തിനനുസരിച്ച് മനുഷ്യൻ നിർണ്ണയിക്കുന്നതോ മനുഷ്യർ പരിഷ്കരിക്കേണ്ടതോ അല്ല. തെറ്റും ശരിയും നിർണ്ണയിക്കാനുള്ള ശേഷി അള്ളാഹ്ക്കാണുള്ളത്. ഇതല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം? അതെ. അത് നിർണ്ണയിച്ചു തരുന്ന ആളാരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു നിർണ്ണയിച്ചു തന്ന തെറ്റിലും ശരിയിലും അടിമത്തം തെറ്റാണോ ശരിയാണോ? അതാണ് ചോദിച്ചിട്ടുള്ളൂ. അതായത് ദൈവം ശിക്ഷിക്കും, ചിലവരെ രക്ഷിക്കും. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല? അത് എന്തിനാണ്? നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടി കേട്ടോളി. നന്മയും തിന്മയും നമുക്ക് വ്യവച്ഛേദിച്ച് തരുന്നത് നമ്മുടെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട്. അള്ളയാണ് നമുക്ക് നിർണ്ണയിച്ചു തരാം തെറ്റു ശരിയും. അള്ള നിർണ്ണയിച്ചു തന്ന തെറ്റും ശരിയിലും അടിമത്തം തെറ്റാണോ ശരിയാണോ? അല്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ള അതിനെ ബേക്കിൽ നിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. തെറ്റും ശരിയും
ദൈവത്തിനാണ് തീരുമാനിക്കാൻ പറ്റുക. ദൈവമാണ് അൾട്ടിമേറ്റ്ലി തെറ്റും ശരിയും. നിങ്ങൾ വിഷയം മാറ്റി പോകല്ലേ. നിങ്ങൾ ഇത് പറയും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മുഹമ്മദ് നബി പൂർത്തീകരിച്ച ഇസ്ലാമിനകത്ത് അടിമത്തം ഹലാലാണോ ഹറാമാണോ? മുഹമ്മദ് നബി ഇപ്പം ഹലാലാണോ ഹറാമാണോ? മുഹമ്മദ് നബി ഇസ്ലാം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് നാളത്തെ തലമുറക്ക് ഞാൻ നാളത്തെ അല്ല നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്നലത്തെ മിഞ്ഞാത്തെ ഒന്നല്ല. മുഹമ്മദ് നബി ഇസ്ലാം പൂർത്തീകരിച്ചു തന്നപ്പോൾ അല്ല അതിൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തതല്ല, ഇന്നലത്തതല്ല, നാളത്തതല്ല നിങ്ങൾ പറഞ്ഞിപ്പോ. അല്ല, ഞാൻ ഏത് കാലഘട്ടത്തിന് യോജിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്? എങ്ങനെ നിങ്ങളുടെ ചോദ്യം? എന്റെ ചോദ്യം ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു അല്ലേ? അതെ. ആ പൂർത്തീകരിച്ച ഇസ്ലാം ഏഴാം നൂറ്റാണ്ടിൽ അടിമത്തം ഹലാലായിരുന്നോ ഹറാമായിരുന്നോ? ആ നൂറ്റാണ്ടിൽ ഹലാലായിരുന്നു. പിന്നെ ഏത് നൂറ്റാണ്ടിലാണ് ഇസ്ലാമിൽ ഹറാമാക്കിയത് നിങ്ങൾ പറയും? അതായത് മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷം, മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷമാണോ അടിമത്തം ഹറാമാക്കിയത്? അത് വഫാത്തിന് ശേഷമായാലും മുന്നേ ആയാലും അത് ഹറാം ആക്കി എന്ന് ഉള്ള ആശയം മാത്രമേ എനിക്കറിയാം. മുഹമ്മദ് നബി ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം, അള്ളാഹു ഹറാമും ഹലാലും വ്യവച്ഛേദിച്ചു തന്നതിന് ശേഷം കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളിൽ പിന്നീട് അത് ഹറാം ഹലാലും ഹലാല് ഹറാമാക്കാൻ ഇസ്ലാമിൽ വേറെ ആർക്കെങ്കിലും അധികാരം ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ഭരണാധികാരി, അതായത് മൂന്നാമത്തെ ഖലീഫ, രണ്ടാമത്തെ ഖലീഫ സോറി. അപ്പൊ ആ ഖലീഫയാണ് ഉണ്ടാക്കിയത് ഈ മദ്യപാനം. അത് പള്ളിയിൽ ഓരോരുത്തരും മദ്യപിച്ചിട്ട് വരാൻ തുടങ്ങി. തെറ്റാണ്. അപ്പോ മുഹമ്മദ് നബിയുടെ കാലത്ത് ഖുർആനിൽ കൃത്യമായ ആയത്ത് അവതരിപ്പിച്ച് തന്നെ മദ്യപാനം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഇല്ലാതാക്കിയല്ലോ. അനുവദനീയമായിരുന്നത് ഇല്ലാതാക്കി. അതൊക്കെ ഇസ്ലാം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ്. മുഹമ്മദ് നബി വരുന്നത് തന്നെ അന്ധകാരത്തിലേക്ക്. അതൊന്നുമല്ല ചോദ്യം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാത്തതുകൊണ്ടൊന്നല്ലല്ലോ. ഈ പറയുന്ന മതദൈവം എന്ന് പറയുന്നത്, ഈ ദൈവികത എന്ന് പറയുന്നത് വെറും പുകയാണ്. ഇത് ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന്റെ പരിമിതി അള്ളാഹുവും പ്രവാചകനും പറയാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്റെ സുഹൃത്തെ, എങ്ങനെ പറയാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, നിങ്ങൾ എങ്ങനെ കാലഘട്ടത്തിന്റെ പരിമിതി പറയാ? കാലഘട്ടത്തിനനുസരിച്ച് പുരോഗമിക്കുന്നതാണോ മനുഷ്യന്റെ ധാർമ്മികത? അതാണോ നിങ്ങളെ വാദം? കാലഘട്ടത്തിനനുസരിച്ച് നന്മ തിന്മകളിലുള്ള ആളുകളുടെ സങ്കല്പം മാറും, അതിനനുസരിച്ച് നമ്മുടെ ധാർമ്മിക ചിന്തകൾ പുരോഗമിക്കും. അങ്ങനെയാണ്. അന്ന് ഒട്ടകമായിരുന്നു എന്ത് യാത്ര ചെയ്യാനുള്ളതല്ലോ നന്മ തിന്മ സിദ്ധാന്തങ്ങള്. യാത്രാ സൗകര്യം, ജീവിത സൗകര്യം കാലത്തിനൊക്കെ അപ്ഡേറ്റ് ആവാനും ഇസ്ലാമിൽ ആവുന്നുണ്ട്. നിയമങ്ങളിലോ നന്മ തിന്മകൾ തീരുമാനിക്കപ്പെടുന്നതിൽ, അതായത് ഒരു കാലത്ത് ഹലാലായിരുന്ന കാര്യം ഇപ്പൊ ഹറാമാണെന്ന് പറയാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടെന്നാണ് നിങ്ങളെ വാദം. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഉസ്താദിനെ കണ്ടിട്ട് ഒന്നുകൂടി അതായത് അള്ളാഹുവും പ്രവാചകന്റെയും കാലത്ത് നിർണിതമായിട്ട് പ്രഖ്യാപിച്ച ഹറാമുകളും ഹലാലുകളും പിന്നീട് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ച് ഹറാമ് ഹലാലും ഹലാല് ഹറാമും ഒക്കെ ആക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിയുമെന്നാണോ നിങ്ങളുടെ അതിനുള്ള വർക്കുകളൊക്കെ ചെയ്തു വരുന്നത് നമ്മുടെ പണ്ഡിതന്മാരാണ്. ആരായിക്കോട്ടെ, പണ്ഡിതന്മാരല്ല ഞാൻ ചോദിക്കുന്നത്. അള്ള കൃത്യമായി അനുവദിച്ചു കൊടുക്കുകയും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു ഹലാലിനെ, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പ്രാവർത്തികമാക്കിയിരുന്ന ഒരു ഹലാലിനെ പിന്നീട് പണ്ഡിതന്മാർ കൂടിയിരുന്ന് ഹറാമാക്കാൻ കഴിയുമെന്നാണോ നിങ്ങളെ വിശ്വാസം? കാലത്തിന് എങ്ങനെ മനസ്സിലായില്ല? പിന്നീട് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും മുഹമ്മദ് നബി ജീവിതത്തിൽ പകർത്തിയതും ചെയ്തിട്ടുള്ളതും അള്ളാഹു വളരെ ക്ലിയർ ആയിട്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നതും സഹാബാക്കൾ അനുവർത്തിച്ചു വന്നതും അനുഭവിച്ചു വന്നതുമായിട്ടുള്ള ഒരു അനുവദനീയമായ ഒരു കാര്യം, ഹലാലായ ഒരു കാര്യം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പണ്ഡിതന്മാർ കുത്തിയിരുന്ന് ചർച്ച ചെയ്ത് ഹറാമാക്കാൻ കഴിയുമോ ഇല്ലേ? നിങ്ങൾ പറയും. ഈ മുഹമ്മദ് നബീനെ അംഗീകരിക്കണമെങ്കിൽ മുഹമ്മദ് നബീനെ അംഗീകരിക്കുക. നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ എവിടേക്കാണ് ഈ ഓടി പോകുന്നത്? അല്ല പറയട്ടെ. അല്ല, എങ്ങനെ പറയാൻ സമയമില്ല, എനിക്ക് അതിന് പറ്റൂല. നമ്മളൊരു കാര്യം പറയുമ്പോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തേക്ക് പോയിക്കോ. ഇതെന്തൊരു ചാട്ടമാണിത്? ആ ചോദ്യത്തിന് ഞാൻ ഒരു കാര്യം, ഒറ്റ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ.
മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും സഹാബികൾ ജീവിതത്തിൽ പകർത്തിയിരുന്നതുമായിട്ടുള്ള ഒരു അനുവദനീയമാക്കപ്പെട്ട ഒരു കാര്യം, ഇസ്ലാം പൂർത്തീകരിക്കുന്ന സമയത്തും ഹലാലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അത് പിന്നീട് പണ്ഡിതന്മാർക്ക് കൂടിയിരുന്ന് ആലോചിച്ച ഹറാമാണ് എന്ന് വിധിക്കാൻ കഴിയുമോ ഇല്ലേ? അത് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് റസൂലുള്ള വഫാത്തിന്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യം? അതായത് അന്നത്തെ ഹലാലും ഹറാമും ആരാ തീരുമാനിക്കുക? ഹലാലും ഹറാമും അന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞു ആരാണ് തീരുമാനിക്കുക? ഹലാലും ഹറാമും ആരാ തീരുമാനിക്കുക? എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക? ആരാ തീരുമാനിക്കാന്നോ? ആ റസൂലുള്ള ഹലാലും ഹറാമാക്കിയതാണ് ഹലാലും ഹറാമും അല്ലെ? റസൂലുള്ള അടിമത്തം ഹലാലാണോ ഹറാമാണോ ആക്കിയത്? അതില്ല, ഹലാലാണോ ഹറാമാണോ ആക്കിയെന്ന് പറഞ്ഞാല് റസൂലുള്ള ഉണ്ടായിരുന്ന സമയത്ത് ഹലാലായിരുന്നു. റസൂല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം റസൂല് ഹലാലായി കണ്ടിരുന്ന ഒരു കാര്യം, ചോദ്യം ക്ലിയർ ആക്കി തരാം. റസൂല് ഹലാലാക്കിയിരുന്ന കാര്യം, റസൂല് ഹലാലായി കണ്ടിരുന്ന ഒരു കാര്യം, റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, റസൂല് ഇസ്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് വരുന്ന പണ്ഡിതന്മാർക്ക് കാലഘട്ടത്തിനനുസരിച്ച് ഇരുന്ന് ആലോചിച്ച് ഹറാമാണ് എന്ന് ഗണിക്കാൻ പറ്റുമോ ഇല്ല? പണ്ഡിതന്മാരല്ല, റസൂലുള്ളാന്റെ 4 ഖലീഫമാര് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നിങ്ങൾ ഓടുന്നത്? മുഹമ്മദ് നബി ഹലാലായി ഗണിക്കുകയും ഖലീഫമാരെ സത്യസന്ധമായിട്ട് വിശ്വസിക്കണം. ഒരു മിനിറ്റ് വിശ്വാസം അവിടെ എവിടേക്കാണ് ഒരു തരം ഇതാണ് ഷമീറിന് സംഭവിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ലോ നിങ്ങൾ ഉത്തരം പറയാത്തത്. നിങ്ങൾ അത്ര ചെറിയ വിവരം അറിയാത്തതല്ലോ. ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ എങ്ങോട്ടേ ഓടുന്നത്? ആ ചോദ്യം പറഞ്ഞു, ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിച്ചു, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. അവിടെ നിങ്ങൾ അവസാന ഘട്ടത്തിൽ ഉത്തരം പറയുന്നത് അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി ഹലാലായി ഗണിക്കുകയും ഹലാലായി മുഹമ്മദ് നബിക്ക് അനുവദിച്ചു കൊടുക്കുകയും മുഹമ്മദ് നബിയും ഖലീഫ അന്നുണ്ടായിരുന്ന എല്ലാ സഹാബിമാരുടെയും ജീവിതത്തിൽ ഹലാലായി ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷം ആർക്കെങ്കിലും ഹറാമായിട്ട് വിധിക്കാൻ പറ്റുമോ? പറ്റും, പറ്റാതിരിക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ അന്നത്തെ അന്തരീക്ഷത്തിൽ പറ്റുന്ന സംഭവങ്ങൾ അത് നമ്മൾ അപ്ഡേഷനിലേക്ക് വരേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ജീവിതത്തിൽ നിങ്ങൾ എവിടേക്കായി പോണത്? ഒരു നന്മ തിന്മ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധി ചോദിക്കുമ്പോൾ കാറിന്റെ മോഡലിലേക്ക് നിങ്ങളോട് ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങളടുത്ത്. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ കഴിഞ്ഞു, പ്രശ്നം തീർന്നു. അടിമത്തം തന്നെ എല്ലാത്തിനും ബാധകമാണ്. അടിമത്തം മാത്രമൊന്നുമല്ല, അടിമത്തം മാത്രമല്ല, അടിമത്തത്തിലും ബാധകമായ കാര്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് സുഹൃത്തെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബി ജീവിതത്തിൽ അനുവദനീയമായി ഗണിച്ച് മുഹമ്മദ് നബിയും സഹാബിമാരും ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യം പിന്നീട് ഹറാമാണ് എന്ന് വിധി പറയാൻ കഴിയുമോ ഇല്ലേ? മുഹമ്മദ് നബിയും ബാക്കിയുള്ള 4 ഖലീഫമാരെയും കൂട്ടണം. എല്ലാരും മുഹമ്മദ് നബി അന്ന് മുഹമ്മദ് നബിയുടെ കൂടെ ചെയ്തിരുന്ന അല്ലാത്ത സംഭവങ്ങൾ ചെയ്യാൻ അനുവദനീയമല്ല. ചെയ്തിരുന്ന ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ഈ ആധുനിക സമൂഹത്തിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓൾറെഡി കഴിഞ്ഞു. മുഹമ്മദ് നബിയും ഖലീഫമാരും ഹലാലും ഹറാമും ആക്കിയ ആ സംഭവം പിന്നീട് മാറ്റം വരുത്താൻ ഒരു മഖ്ലൂക്കിനും അധികാരം ഇല്ല. മുഹമ്മദ് നബി ഹലാലാക്കിയ കാര്യം മുഹമ്മദിന്റെ മരണശേഷം മുഹമ്മദ് നബിയും ഇസ്ലാമിക നിയമങ്ങൾ നിർണയിക്കുന്നിടത്ത് ഖലീഫമാർ എവിടെ കയറി വരുന്നത്? ഖലീഫമാരില്ലാതെ മുഹമ്മദ് ഇല്ല, അങ്ങനല്ലേ? ആയിക്കോട്ടെ, നമുക്കിത് കൈകാര്യമില്ലാതെ ഖലീഫമാരെന്ന് പറഞ്ഞാൽ ഖലീഫമാര് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ഇല്ലാത്ത വിവേചനാധികാരം ഇസ്ലാമിൽ ഖലീഫമാർക്കുണ്ടോ? അതായത് മുഹമ്മദ് ഖലീഫമാര് എന്ന് പറഞ്ഞാല് ക്ഷമയും സമയവും കളയരുത് പ്ലീസ്. ഖലീഫമാർക്ക് ഇസ്ലാമിന്റെ ഹുക്മ് നിർണ്ണയിക്കാനുള്ള അവകാശം ഉണ്ടോ? പ്രത്യേക സുഹൃത്തുക്കൾ തീരുമാനിക്കൂല ചില സംഭവത്തിൽ നിങ്ങളെ കാര്യത്തിൽ ഹുക്മ് നിർണ്ണയിക്കാൻ, ഇസ്ലാമിക വിധി നിർണ്ണയിക്കാൻ ഖലീഫമാർക്ക് പ്രത്യേക അധികാരമുണ്ടോ? ഖലീഫമാര് എന്ന് പറഞ്ഞ പ്രത്യേക അധികാരമുള്ള ആൾക്കാരാണ്. അതാണ് ഖലീഫമാർക്ക് ഇസ്ലാമിലെ മതവിധി നിർണ്ണയിക്കാൻ പ്രത്യേക അധികാരമുണ്ടോ? അതായത് നബിമാരുടെ ആ ഭരണം കഴിഞ്ഞ് പിന്നെ വരുന്ന അത്ര സ്ട്രോങ് ഉള്ള ഖലീഫമാരായിരിക്കില്ല ഒരു ഭരണം ഏറ്റുവാങ്ങുന്നത്. അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമേ ഇത് നാണക്കേടാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടോ.
ഇങ്ങനെയല്ല ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, പറയാൻ ധൈര്യം അല്ലെങ്കിൽ പറയാൻ ധൈര്യം, പറയാൻ മനസ്സില്ലെങ്കിൽ പറയാതിരിക്കാം. പകരം ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, മതവിധി നിർണയിക്കുന്നതിൽ മുഹമ്മദ് നബിക്കും അള്ളാഹുവിനും ശേഷം ഖലീഫമാർക്ക് മറ്റു മനുഷ്യർക്ക് ഇല്ലാത്ത പ്രത്യേക അധികാരം ഉണ്ടോ? ഖലീഫമാർക്ക് അധികാരം ഉണ്ട്. ഞങ്ങൾ 100% അംഗീകരിച്ച ആൾക്കാരാണ് ഖലീഫമാർ. ഒരു മിനിറ്റ്, നിങ്ങൾ പറയേണ്ടത് മുഹമ്മദ് നബി വഫാത്തോടു കൂടി മുഹമ്മദ് നബി ഹലാലാണ് എന്ന് ധരിച്ച് ജീവിതത്തിൽ പകർത്തി മുഹമ്മദ് നബി ജീവിതത്തിൽ ചെയ്ത ഹലാലായി ഗണിച്ച ഒരു കാര്യം ഖലീഫമാർ പിന്നീട് ഹറാമാക്കുവോ? ഖലീഫമാര് എന്ത് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ചെയ്യുമോ? ചെയ്യാൻ അനുവാദം ഉണ്ടോ? ഇതാണ് ചോദ്യം. ഉണ്ട്. ആ ഖലീഫമാർക്ക് എന്താണ് ചെയ്യാനുള്ള അധികാരം? കാരണം ഈ ഖലീഫമാര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അറിയില്ലേ? അപ്പൊ ഇവര് എന്ത് ചെയ്താലും അത് നമ്മൾ യോജിക്കുന്നു, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ. നബിക്ക് എന്താ പ്രത്യേകത? നബി അന്തിമ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്തിനാ അന്ത്യപ്രവാചകൻ വന്നത്? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ. എന്തിനാ അന്ത്യപ്രവാചകൻ വന്നത്? എന്തിനാ വന്നതെന്നോ? ഒരു ഇരുണ്ട സമൂഹത്തിലേക്കായിരുന്നു വന്നത്. പക്ഷേ ഈ ആദ്യ പ്രവാചകൻ വരുന്നതിന് മുമ്പ് റസൂൽ എന്താ പറയാ, റസൂലുള്ളാന്റെ എന്തിനാണ് വന്നത്? എന്തിനാണ് ഖാത്തമുൻ നബി? അത് പറയും. എന്തിനാ വന്ന് ഇരുളായ സമൂഹത്തിലേക്ക് വന്ന ഖാത്തമുൻ നബി എവിടത്തേക്ക് വന്നു എന്നല്ല, എന്തിനു വന്നു? എന്താ ഖാത്തം എന്ന് പറയുന്ന വിശേഷണത്തിന്റെ പ്രത്യേകത? എന്താ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നിടത്തുള്ള പ്രത്യേകത? അന്ത്യപ്രവാചകൻ പ്രത്യേകതയല്ലേ? അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ലേ? മതി, നിർത്തി, കഴിഞ്ഞു, ഓക്കെ എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലേ? അല്ലേ? എന്ത് മതി, നിർത്തി, ഓക്കെ എന്നാണ് അർത്ഥം. നമ്മളിപ്പോ ഒരു ബിരിയാണി തിന്ന് കഴിഞ്ഞു, ഓക്കെ. അതുപോലെ ഒരു സംഭവമാണത്. നിങ്ങൾ AP വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആളെ സത്യമായിട്ട് ചോദിക്കാം, അറിയാത്തോണ്ട് ചോദിക്കാം. APയും KPയും ഒന്നും എനിക്കറിഞ്ഞൂടാ. AP എന്ന് പറയുന്നത് ഒന്നും അറിയില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ AP വിഭാഗത്തിന്റെ ഭാഗമാണോ എന്ന് ഞാൻ ചോദിച്ചതല്ലേ, എന്തിന്റെ സംസാര ശൈലി കൊണ്ട് ചോദിച്ചതല്ലേ. ഞാനില്ലേ ഈ സംഭവം യൂട്യൂബിൽ കണ്ടിട്ട് നിങ്ങളെ വിളിക്കണം. നിങ്ങൾ ഉസ്താദിനൊന്ന് കണ്ടിട്ട് നിങ്ങളെ ഈമാൻ ഒന്നും കൂടി കൺഫേം ആയിക്കാളി കേട്ടോ. അപ്പൊ ഈമാൻ നിങ്ങൾക്ക് വിശ്വാസം അല്ല, നിങ്ങളെ കാര്യമാണ് പറഞ്ഞത്. അതന്നെ, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഈമാനെ പറ്റി പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടല്ലോ. വേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അള്ളാഹിനെ പറ്റി നിങ്ങളെ കാറ്റഗറിയിൽ ഇല്ലാത്തതിന് വലിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങളെ കാര്യമാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാര്യമാണ് പറഞ്ഞത്. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് റിദ്ദത്തിന്റെ വർത്താനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് റിദ്ദത്താവുന്നത്. നിങ്ങളിപ്പോ റിദ്ദത്തിലാണെന്നും അറിയാം. ശരി, അല്ല ശരിയും വന്ന് അല്ല, നിങ്ങൾ നല്ല നേർക്ക് വെച്ചിട്ട് പോകും. എന്ത് നല്ല നേർക്ക് വെച്ചിട്ട് പോകണം? ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോ ആ കാര്യത്തിൽ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരോടും അള്ളാഹിന്റെ റസൂലിനെ വരെ തള്ളിക്കളഞ്ഞ ആൾക്കാരോട് പിന്നെന്താ സംസാരിച്ചിട്ട് കാര്യം? റസൂലിനെ തള്ളിയില്ലേ? റസൂലിന്റെ മോൾക്ക് ഖലീഫമാരെ കയറ്റി വെച്ചില്ലേ ഇപ്പൊ നിങ്ങള്? അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് റസൂലിന്റെ മോളിലാ ഖലീഫമാര്? റസൂലിന്റെ മുകളിലാണോ ഖലീഫമാരുടെ സ്ഥാനം? അല്ല, റസൂൽ ഓഫർ ചെയ്തല്ലേ? റസൂലുള്ള എന്താണ് വിചാരിച്ചത്? അത് റസൂൽ അവർക്ക് സന്തോഷ വാർത്ത കൊടുത്തതല്ലേ? നിങ്ങൾക്ക് ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ടോ? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കംപ്ലൈന്റ്? ഒരു നിഴലില്ലാത്ത. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ചെവിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? നിങ്ങൾ ആക്കിയത് ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾക്ക് ചെവിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, നിങ്ങൾ ആക്കിയത് ഞാൻ ശരിയാക്കി തരാം. അള്ളാഹ് മുഹമ്മദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിക്കൂല എന്നുള്ളതാണ് അല്ലേ? അല്ല, അത് മാത്രമൊന്നുമല്ല. അത് പ്രത്യേകതയാണോ അല്ലേ? മുഹമ്മദിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഇന്നത്തെ ദിവസം മുഹമ്മദിന്റെ പ്രത്യേകതയാണോ വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സംസാരിക്കൂല എന്നല്ലേ നിങ്ങളെ വിശ്വാസം? അതൊരു നല്ലൊരു പ്രത്യേകതയല്ലേ? അവിടെ നിക്ക് വെറുതെ കിടന്ന് ഇവിടെ കിടന്ന് മെഴുകണ്ട. ഇനി കേട്ടോ ആ വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആൾക്കാരിൽ പെടുന്ന ആൾക്കാരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ അല്ലേ?
മുഹമ്മദ് നബിയെ തിരുത്താൻ കെൽപ്പുള്ള ആൾക്കാരാണോ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദിലൂടെയാണ് അള്ളാഹു ദീൻ പൂർത്തീകരിക്കുന്നത്. മുഹമ്മദിലൂടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇത് കേൾക്ക്, ചോദ്യം അറിയാത്ത കാര്യം തെറ്റിദ്ധരിപ്പിക്കല്ല. ഇത് എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? കഷ്ടപ്പെടുന്നത് എന്തിനാ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ വെച്ചത്. നിങ്ങളിപ്പോ പറഞ്ഞതിൽ എനിക്കിപ്പോ എന്താ പറയാ, അംഗീകരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തത്? എന്താണ് അംഗീകരിക്കാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അംഗീകരിക്കാൻ പറ്റാത്തത് ഇപ്പൊ പറഞ്ഞതിൽ, ഇപ്പൊ ഈ പറഞ്ഞതിൽ അംഗീകരിക്കാൻ പറ്റാത്തത് എന്താ? മുഹമ്മദ് നബി സംസാരിക്കാറുള്ളൂ എന്ന് വിശ്വാസമാണ്. മുഹമ്മദ് നബി അംഗീകരിക്കുന്നുണ്ടോ? അത് ഇല്ല, അംഗീകരിക്കുന്നില്ല. പ്രവാചകനെ എന്തിനാ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം തരേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഓൾറെഡി, പിന്നെന്തിനാ ഇതിന്റെ? നിങ്ങൾ യുക്തിവാദത്തെ അംഗീകരിക്കുന്നുണ്ടോ? യുക്തിവാദം എന്നെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? യുക്തിവാദത്തിന്റെ കാഴ്ച നിങ്ങൾ എന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ നിങ്ങളുടെ വാദങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ ഉത്തരം ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതാണ് ചോദിച്ചത്. ഇസ്ലാമിനെ കുറിച്ചല്ല സുഹൃത്തെ, എന്റെ വാദങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങളെ വാദങ്ങളെ അംഗീകരിക്കുന്നേ ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ വിളിച്ചു. പിന്നെ എന്തിനാ ഞങ്ങളോട് മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്ത ആൾക്കാരോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, നിങ്ങൾ മനസ്സിലായോ? ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. ഇസ്ലാമിൽ അടിമത്തം ഹലാലാണ്. മുഹമ്മദ് നബി ജീവിതത്തിൽ ചെയ്ത വൃത്തികേടുകൾ പിന്നെ ഖലീഫമാര് നിരോധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. ചോദിച്ചു നിങ്ങളോട്, എന്ത് ഇന്ന് അടിമ സമ്പ്രദായം ഇല്ലല്ലോ? അടിമ സമ്പ്രദായം ഇസ്ലാമിലുണ്ട്. അടിമ സമ്പ്രദായം ഉണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറ. ഇസ്ലാമിലുണ്ട്, ഇസ്ലാമിൽ ഹലാലാണ്. എന്നാ ഇന്നൊരു എക്സാമ്പിൾ പറ. ഇസ്ലാമിൽ ഹലാലാണ്. എങ്ങനെ പറ നിങ്ങൾ? ഇസ്ലാമിൽ ഹലാലാണ്. ഇസ്ലാമിൽ ഇസ്ലാമിൽ ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇസ്ലാമിൽ ഫിഖ്ഹിൽ, അതിന്റെ കർമ്മശാസ്ത്രത്തിൽ ഹലാലാണ്. എന്തെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഒരു പിന്നെ എന്തെങ്കിലും ഇസ്ലാമിൽ ഹലാലാണ്, മൊത്തം ഇസ്ലാമിൽ അടിമത്ത ഹറാമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഖുർആൻ വചനം തരാൻ നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ആ ഖുർആൻ വചനം ഒന്ന് എടുത്തിട്ട് കൊണ്ടുവരണം. ഇനി അല്ല, മുഹമ്മദിന്റെ ശേഷം ഖലീഫമാരിൽ ആരോ ആണ് അടിമത്തം നിരോധിച്ചത് നിങ്ങൾ പറയാൻ ശ്രമിച്ചു. അതാരാണ്? ആ നിയമം ഏതാണ്? അതെനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് പറ്റുമോ? അതിന് എത്ര സമയമാണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ വേണ്ടിട്ടാ? അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് മാത്രമല്ല എല്ലാ സംഭവം ചെയ്തു തരാം. നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി വന്നാണ്. ആത്മാർത്ഥമായിട്ട് പറയാം. ഞാൻ ആദ്യം സംസാരിക്കുന്ന പോലെ ഇപ്പം പറയുന്നത്, ഇന്നക്ക് നിങ്ങളെ നെഫ്സിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഇതാക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം. അത് തൽക്കരമായിട്ട് ശരിയായിട്ട് മനസ്സിലാക്കണം അല്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന്റെ മറുപടി നിങ്ങളിപ്പം പലതും ചോദിക്കില്ലേ? അപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ അറിവില്ലാത്ത നമ്മൾ ഉള്ള അറിവ് അറിയില്ല. നിങ്ങൾ പറയുന്ന അടിമത്തം നബിന്റെ ജീവിതത്തിൽ പലർക്കും അറിയില്ല. എന്തൊക്കെ വിടുവായ്പാണ് ഇസ്ലാമിനെ കുറിച്ച്? ജോലികളുണ്ട് നമുക്കിപ്പോ ഇവിടെ, പലർക്കും അറിയില്ലല്ലോ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് കഴിയില്ല. വെറുതെ ഷമീറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ഫോൺ കെട്ടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അടിമത്തവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് കുതറി മാറാനുള്ള തന്ത്രമായിട്ട് നിങ്ങൾ പ്രയോഗിച്ചു. കുതറി മാറിയാൽ നിങ്ങൾ ശ്രമിച്ചു. എന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കാനാണ് വിളിച്ചത്. നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറയാനല്ല ഞാൻ വിളിച്ചത്. ഞാൻ നിങ്ങളെ റെസ്റ്റ് എടുത്തിട്ട് വിളിച്ചത് എന്തിനാ? നിങ്ങളെ ഉത്തരം ഏത് ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത? നിങ്ങൾ ഉത്തരം കിട്ടാതെ അടിമ ഇവിടെ ഒരു ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞു. നിങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്നു. നിങ്ങൾ അടിമ സമ്പ്രദായം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിന്റെ പേർക്ക് ആധുനികത ഇല്ലാന്ന് പറയും. നമ്മളിപ്പോ പുരാതനത്തിലല്ലോ ജീവിക്കുന്നത്, ആധുനികത. ഇസ്ലാമിലാണ് സംസാരിക്കുന്നത്. ഇസ്ലാം പുരാതന ആധുനികം ഉണ്ടോ? ആധുനിക ഇസ്ലാമും പുരാതന ഇസ്ലാമും രണ്ടോ ഇസ്ലാം ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. രണ്ട് ഇസ്ലാം ഉണ്ടോ? എങ്ങനെ ആധുനിക ഇസ്ലാമും പുരാതന ഇസ്ലാമും രണ്ട് ഇസ്ലാം ഉണ്ടോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ? അതല്ലേ നിങ്ങളോട് ആദ്യം ചോദിച്ചത്. നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചില്ലേ? സ്വഭാവമാണ്. സ്വഭാവം എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, അതിന്റെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണ്. തീർച്ചയായിട്ടും സ്വീകാര്യമായ മതം ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതമാണ്.
ഇസ്ലാം പറഞ്ഞ അള്ളാഹു എന്ന് പറഞ്ഞ എന്താണ്? അത് ചിന്തിക്ക്. ഇസ്ലാം നമ്മുടെ ദൈവ ആരാധന. എന്നെ നിങ്ങളെയൊക്കെ പോറ്റുന്ന നമ്മുടെ ദൈവം ആരാധന. അത് പറങ്ങള് നിങ്ങൾ യുക്തിവാദിയല്ലേ? നിങ്ങൾ യുക്തിവാദിയല്ലേ വ്യാക്കത്തിരിക്ക? എന്റെ കയ്യിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. എന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. നിങ്ങൾ യുക്തിവാദി ആയതുകൊണ്ട് നിങ്ങൾ പറയൂ നമ്മുടെയൊക്കെ ശ്രമിക്കുന്നു. ഇന്നും അനുവദനീയമാണ്, എന്നും അനുവദനീയമാണ്. ഞാൻ ചോദിച്ചത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു യുക്തിവാദി സാറേ. ഞാൻ സാറോട് ചോദിക്കുന്നു, സാറേ പഠിപ്പിച്ചതാ നമ്മുടെ സൃഷ്ടിച്ചത് നമ്മുടെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാണ്? അവിടെ എത്തി. ബാക്കിയൊക്കെ പഠിഞ്ഞില്ലേ ഇപ്പൊ? അവിടെ എത്താണ്ടിരിക്കാൻ പറ്റുമോ? വളരെ അത്ഭുതമല്ലേ എന്റെ നിങ്ങളെല്ലാം പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഒരു മനുഷ്യൻ അത് പഠിക്കാൻ താല്പര്യമുണ്ട്. അത് പഠിക്കാൻ വേണ്ടിട്ട് ഞങ്ങളോട് അപ്പൊ നിങ്ങളിപ്പോ യുക്തിവാദിയൊക്കെ അല്ലേ? നിങ്ങൾ യുക്തിവാദിന്റെ പഠിക്കുകയാണ് ചെയ്യേണ്ട സുഹൃത്തെ. പുസ്തകം കെട്ടിപ്പിടിച്ചിരുന്ന പഠിയൂലത്. പഠിക്കാവല്ലേ? നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പഠിക്കും. നല്ല സുഹൃത്തിനെ കിട്ടുമ്പോൾ അടിമത്തത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇല്ല, അത് തീരുമാനമാവൂല. അത് എന്റെ നിങ്ങളെ അതിപ്പോ മനസ്സിലായത് അങ്ങനെയാണ്. ഇത് നിങ്ങളെ നല്ലൊരു ഉത്തരം പറഞ്ഞില്ല, അപ്പൊ പിന്നെ ആവൂലെന്ന് മനസ്സിലായി. ബാക്കി ഇത് കേട്ടിട്ട് ഈ ഇടക്ക് വന്നിട്ട് ഇതിന്റെ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചോളൂ. എങ്ങനെ? ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്മാരാണല്ലോ വീഡിയോ കേൾക്കുക. അപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഒക്കെ ഒന്ന് വായിച്ചോളൂ. വരെ നൂറിൽ 100 ചിലപ്പോ എന്തായിരിക്കാം, തെറിയായിരിക്കാം. തെറിയൊന്നും നമ്മുടെ ചാനലിന്റെ ഭാഗമല്ല. ഹദീസിന്റെ ശൈലിയാണ്. ശരി, എന്നാലും ഒരാൾക്ക് അനുവദിക്കാവുന്ന സമയമുണ്ട്. ഞാനിപ്പോ മാക്സിമം യൂട്യൂബ് ഇടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന്റെ കുറ്റം നിങ്ങൾ തന്നെ വേറെന്റെ വരും. നിങ്ങള് ഇസ്ലാം ആ കാര്യത്തിൽ നിങ്ങൾ ഉസ്താദിനെ ഒന്ന് പോയി കണ്ടാലേ അള്ളാഹു നേരിട്ട് അവിടെ നിങ്ങളെ ഇസ്ലാം എന്ന് വരെ പുറത്തു പോകുന്ന തരം വർത്താനം നിങ്ങളിപ്പോ എന്നോട് സംസാരത്തിന്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇസ്ലാമിന് വരെ എന്ന് പറയാൻ കാരണം നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളല്ലേ? എന്തിനു വന്നു? ഇസ്ലാം നിങ്ങൾക്ക് തീരെ ബോധമില്ലാത്താണോ അതോ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്ന സാധനം എന്നാണോ? എങ്ങനെ ഇസ്ലാമാണോ? എന്താണ് നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണോ? ആണ്. മലയാളത്തിൽ പദങ്ങൾ പ്രയോഗിക്കുന്നത് എന്തിനാണെന്ന് പഠിക്കണമെങ്കിൽ മലയാളം പഠിക്കണം. മനസ്സിലായോ? ഓരോ വാക്കുകൾക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ആ പദങ്ങൾ എങ്ങനെ എവിടെ പ്രയോഗിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്നാമത് അത് പഠിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നോട് സംസാരിച്ചത് നിങ്ങൾ ഇസ്ലാമത വിശ്വാസിയാണെന്നും ഇസ്ലാം മതത്തിന്റെ വക്താവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് എന്റെ ഒരു പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചോദിക്കാട്ടോ. ഞാൻ നിങ്ങളായിട്ട് ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചതിൽ നിങ്ങൾക്ക് പിന്നെ മോശമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ? നിങ്ങൾ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ കാര്യത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന രീതിയിലാണ്. അപ്പൊ ആ ഇസ്ലാം മത വിശ്വാസി എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ നിബന്ധന വെച്ച് നോക്കുമ്പോൾ മതത്തിൽ നിന്ന് പുറത്തു കിടക്കാവുന്ന തരം വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഉസ്താദുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്ത് അല്ല, അത് നിങ്ങൾ എന്നോട് തർക്കിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഉസ്താദിനോടൊന്ന് കൺസൾട്ട് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും മതപരമായ തെറ്റുണ്ടോ ഇല്ല നിങ്ങൾ കൺസൾട്ട് ചെയ്തോളും. മുന്നിൽ പോവുക എന്നല്ലാതെ നിങ്ങൾ ഉസ്താദിന്റെ മുന്നിലോ പിന്നിലോ പോയി ചോദിച്ചോളി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിലുള്ള കാര്യം ശരിയേ? എന്തായാലും ഹലോ, മതി.